അഫാൻ കൊലപ്പെടുത്തിയ ഉമ്മുമ്മ സൽവ ബീവിയുടെ വീട്ടിൽ നിന്ന് പ്രശാന്ത് കൃഷ്ണ കൂടി ചേരുന്നുണ്ട്. പ്രശാന്ത്, വിവിധയിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ നമ്മൾ തേടുകയാണ്. അവിടെയും ഈ ഉമ്മയുടെ അടുത്തെത്തി മാല ചോദിച്ചിരുന്നു, അവർ കൊടുക്കാൻ തയ്യാറായില്ല, തുടർന്നാണ് കൊലപാതകം, അങ്ങനെയും ഒക്കെ വേർഷൻസ് ഉണ്ട്. നേരത്തെയും ഒക്കെ ഇങ്ങനെ പലതവണ ഈ പണം വാങ്ങിയിരുന്നോ, ഇവർ അതിലെന്തെങ്കിലും ഒരു എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നോ, അതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും നാട്ടുകാർക്ക് എന്തെങ്കിലും അറിയോ? ദിവിഷ്, സൽമ ബീവിയുടെ വളരെ പ്രിയപ്പെട്ട കൊച്ചുമകനായിരുന്നു ഈ അഫാൻ. അപ്പോൾ അഫാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. സൽമ ബീവിയുടെ മൃതദേഹം ഇപ്പോൾ ഈ വീട്ടിലാണുള്ളത്. നാട്ടുകാരാകെ ഞെട്ടലാണ്. കാരണം ഈ കൊച്ചുമകൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ അവരെ കൊലപ്പെടുത്തുന്ന പോലൊരു സംഭവം ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് അവർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. കാരണം ബന്ധുക്കളെല്ലാം മകൻ തൊട്ടടുത്ത് തന്നെയാണുള്ളത്. നാട്ടുകാരൊക്കെ എല്ലാം അമ്മയെപ്പോലെ കാണുന്ന ഒരു ഉമ്മയാണ് ഈ സൽമ ബീവി. അപ്പോൾ ഈ അഫാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്, ബൈക്ക് ഇവിടെ സ്കൂട്ടർ ഇവിടെ ഇരിക്കാറുണ്ട്. ഇന്നലെ രാവിലെയും സ്കൂട്ടർ കണ്ടിട്ടുണ്ട്. നാട്ടുകാരോട് നമുക്ക് ചോദിക്കാം, എങ്ങനെ ഈ അഫാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആളായിരുന്നു? ഇടയ്ക്കിടയ്ക്ക് അമ്മൂമ്മയെ കാണാൻ വരാറുണ്ട്. തള്ളയാണല്ലോ, അപ്പോൾ ഇവരെ എടുത്ത് വളർത്തിയതാണ്. ഇവര് എത്രത്തോളം ലാളിച്ച് വളർത്തിയ ഒരു തള്ളയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇന്നലെ രാവിലെ ഇവിടെ വരുമ്പോൾ അതിൽ അസ്വാഭാവികമായിട്ടൊന്നും ആർക്കും തോന്നിയില്ല. ഇവിടെ ബൈക്കൊക്കെ ഉണ്ടായിരുന്നു രാവിലെ. അത് കഴിഞ്ഞിട്ട് പോയിട്ട് പിന്നെ ഏകദേശം 11 മണിക്ക് നമ്മൾ ഈ ജമാഅത്തിൻ്റെ സെക്രട്ടറിയാണ്. അപ്പം 11 മണിക്ക് നമ്മൾ പള്ളിയിൽ നിന്ന് പിരിവിന് വരും. അപ്പോൾ ഈ അഫ്വാൻ്റെ വാപ്പ ഗൾഫിൽ നിന്ന് പൈസ മാസവരിയായിട്ടൊക്കെ പള്ളിക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് 11 മണിക്ക് ഇവിടെ വന്ന് പൈസയൊക്കെ വാങ്ങി പോയതാണ്. അപ്പോഴൊന്നും ഒരു കുഴപ്പമില്ല, അത് ശ്രദ്ധിച്ചാൽ അവനെ കണ്ടിട്ടില്ല ആരും. പക്ഷേ ഒരു 5 മണിയോട് കൂടിയാണ് മൂത്ത മകള് ഉമ്മയെ കാണാൻ വേണ്ടി വരുന്നത്. അല്ല, അവര് കാരിച്ചിറയണം. അവിടെ നിന്ന് വരുമ്പോൾ അവർ വന്നിട്ടാണ് ഈ ഉമ്മ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നത് കാണുന്നത്. അപ്പോൾ അവർ ഭയങ്കര നിലവിളിയൊക്കെ ആയിരുന്നു, കൂട്ടവിളിയായി. നമ്മൾ പിന്നെ എല്ലാവരും കൂടി ഓടി വന്നു, പൊതുപ്രവർത്തകരൊക്കെ എല്ലാവരും, ധാരാളം ആളുകൾ വന്നു, പോലീസ് വന്നു. അപ്പോഴും ഇത് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല, ഇത് ചെയ്തിട്ടുള്ളത് അഫ്വാനാണെന്നുള്ള യാതൊരു ധാരണയും ആർക്കുമില്ല. ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഇനി വീണിട്ടാണോ ഇങ്ങനെ സംഭവിച്ചെന്നുള്ള സംശയങ്ങളൊക്കെ അപ്പോഴുണ്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെയൊക്കെയല്ലേ താമസിക്കുന്നതൊക്കെ. പക്ഷേ ഈ അവിടെ ഇതൊന്നും ഇന്നലെ ഒച്ചയോ അങ്ങനെ ഒന്നും കേട്ടില്ല, ബഹളം കേട്ടിട്ടില്ല. സംഭവം മകൾ വന്നപ്പോഴാണ് അറിയുന്നത്. അന്വേഷണം പള്ളിയിൽ നിന്ന് ആൾക്കാർക്ക് ഓടി വന്ന് കണ്ട് സംഭവം കൊലപാതകം അറിയുന്നില്ലല്ലോ, തലയിടിച്ച് വീണാണെന്ന് എല്ലാവരും വിചാരിച്ചു. ഈ ഇടയ്ക്ക് വരുമ്പോ എപ്പോഴെങ്കിലും ഒക്കെ വഴക്കുണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇന്നലെ ഇങ്ങനെ അറിയാൻ കഴിഞ്ഞത്, ഇടയ്ക്ക് വന്നിട്ട് തള്ളയെടുത്ത് സ്വർണം ചോദിക്കാറുണ്ട്, അമ്മ തള്ളയെടുത്ത് സ്വർണം ചോദിക്കാറുണ്ട് എന്നൊക്കെ ഇന്നലെയാണ് നമ്മളും അറിയുന്നത്. കൊടുക്കാറില്ലായിരുന്നു, ചോദിക്കുന്ന പണം കൊടുക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവരിൽ ഉള്ളതൊക്കെ കൊടുക്കും. ചോദിച്ചപ്പോൾ ചിലപ്പോൾ ഉണ്ടാവുമല്ലോ, ഉണ്ടാവണമെന്നില്ലല്ലോ. ഒരാഴ്ചക്ക് മുമ്പ് ഒരു മോതിരം വന്ന് ചോദിച്ചു, അത് കൊടുത്തെന്ന് പറഞ്ഞു. മെനിയാന്ന് വന്ന് മാലയ്ക്ക് വന്നെന്ന് പറഞ്ഞു, കൊടുത്തില്ല, തരൂലെന്ന് പറഞ്ഞാണ്. ഇവർക്കിപ്പം ഈ സാമ്പത്തിക പ്രശ്നം, അഫ്വാനും കുടുംബത്തിൽ സാമ്പത്തിക പ്രശ്നമുള്ളതായിട്ടൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. അല്ലെ, അറിയാം. ഗൾഫിലൊക്കെ ഇങ്ങനെ ഒരു വിഷയങ്ങളുണ്ട് എന്ന് ഈ അടുത്ത സമയത്താണ് നമ്മൾ അറിയുന്നത്. കുറച്ച് സാമ്പത്തികമായിട്ട് ഈ അഫ്വാന്റെ പിതാവ് കുറച്ച് സാമ്പത്തിക ബാധ്യതയിലാണ് എന്നുള്ളത് ഈ അടുത്ത സമയത്താണ് നമ്മൾ അറിയുന്നത്. അറിയാം, നാട്ടിലുള്ള പലരും ഇവരുണ്ട്, ഈ കുടുംബമായിട്ട് വലിയ അടുത്ത ബന്ധം പുലർത്തുന്നവരാണ്. ഈ അഫ്വാനെ കുറിച്ച് പൊതുവെ ഒരു അധികം ആരുമായിട്ടും സംസാരിക്കാത്ത അങ്ങനത്തെ ഒരു പ്രകൃതമായിരുന്നു. അങ്ങനെ ഒരു പ്രത്യേകിച്ച് അങ്ങനെ വലിയ കൂട്ടുകെട്ടൊന്നും ഇല്ലാത്ത രീതിയിലാണ്. പക്ഷെ അവിടെ നാട്ടിൽ കൂട്ടുകെട്ടെല്ലാം ഉണ്ട്. എല്ലാ രീതിയിലുള്ള ഇന്നത്തെ ചെറുപ്പക്കാർക്കുള്ള എല്ലാ രീതിയിലുള്ള കൂട്ടുകെട്ടും ഉണ്ടെന്നാണ് ഇന്നലെ അറിയാൻ കഴിഞ്ഞത്. ഇവിടെ കൊച്ചിയിൽ നിന്ന് വളർന്നിട്ടുള്ളതല്ലാതെ വലിയ ഇതില്ല. ഇവിടങ്ങളിലൊന്നും ആൾക്കാരുമായിട്ടൊന്നും വലിയ ഇതില്ല. ഈ സഹോദരൻ ഇളയ പയ്യനുണ്ടല്ലോ, ഇവിടെ വരാറുണ്ട്. നമ്മൾ പള്ളിയായിട്ടൊക്കെ സഹകരിക്കാറുണ്ട്. ഇന്നലെ ഈ ഒപ്പം ഒരു പെൺ സുഹൃത്തിനും കൂടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടി ഇവിടെ വരാറുണ്ടോ? ഇല്ല, അത് വെഞ്ഞാറമൂട് മുക്കിലൊരു താമസിക്കുന്നതാണ്. അത് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ബന്ധമായിട്ടും അറിയത്തില്ല. ഒരു നാട്ടുകാർ വലിയ ഞെട്ടലാണ്. അതായത് ഈ ഇടയ്ക്കിടെ അഫ്വാൻ ഇവിടെ വരാറുണ്ട്. പക്ഷേ വരുമ്പോൾ അതുകൊണ്ട് അത്തരത്തിലൊരു പതിവായിട്ട് വരുന്ന രീതിയിലുള്ള ഒരു വന്നതാണ് എന്ന് മാത്രമേ അവർ കരുതുന്നുള്ളൂ. മാത്രമല്ല, അതുകൊണ്ട് തന്നെ ഇന്നലെ ഇവിടെ ഒരു അമ്മുമ്മയെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് മകൻ എത്തിയത്, പേരക്കുട്ടി എത്തിയത് എന്ന് ഒരിക്കലും അടുത്ത ബന്ധുക്കൾ അറിഞ്ഞിരുന്നില്ല. മാത്രമല്ല, തൊട്ടടുത്താണ് ഇതുപോലെ ദൃശ്യം. ഇപ്പോൾ പോലീസ് സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. കാരണം ഇവിടെ ഈ സൽമ ബീവിയുടെ മൃതദേഹം ഇപ്പോൾ ഈ കൊലപാതകം നടന്ന സ്ഥലത്ത് തന്നെയാണുള്ളത്. ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ നടത്തുന്നതിൻ്റെ ഭാഗമായാണ്
പാങ്ങോട് പോലീസ് ഇവിടെ എത്തിയിരിക്കുന്നത്. 3 സ്റ്റേഷൻ പരിധിയിലായിട്ടാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ രാവിലെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള തെളിവ് ശേഖരണം, ഇൻക്വസ്റ്റ് നടപടികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അതിൻ്റെ ഭാഗമായാണ് പോലീസ് ഇവിടെ എത്തിയിരിക്കുന്നത്. സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. പോലീസ് രാവിലെ തന്നെ അന്വേഷണ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. 5 പേരാണ് അഫാൻ എന്ന യുവാവിൻ്റെ ക്രൂരതയ്ക്ക് ഇരയായത്. അതിൽ അഫാന്റെ ഉമ്മ ഷെമി അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോലീസിന് അന്വേഷണം പുരോഗമിക്കുന്നു. നാട്ടുകാർക്ക് ഇപ്പോഴും സത്യത്തിൽ പകച്ചു നിൽക്കുന്ന അവസ്ഥ തന്നെയാണ്.